കുറച്ച് ദിവസം എനിക്ക് മണി വരുന്നു, വീണ്ടും അത് ബ്ലോക്ക് ആകുന്നു. അതിന് പച്ച കളർ ബട്ടർഫ്ലൈ വന്നാൽ നമ്മളിലേക്ക് പുക കാണിക്കുന്നത് നല്ലതാണ്. നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പച്ച കളറാണ് നമ്മളിവിടെ എടുക്കുന്നത്. ആ പേഴ്സിൽ ഏത് കളറായാലും ആ പേഴ്സിൽ നിങ്ങളെ മണി അട്രാക്ട് ചെയ്യാൻ സഹായിക്കും. നിങ്ങളിലേക്ക് ധാരാളം മണി വരും. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് പണത്തെ അട്രാക്ട് ചെയ്യാനുള്ള കുറച്ച് ടെക്നിക്സുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ കുറേ പേർക്ക് ഒരു ക്വസ്റ്റ്യൻസ് വരും, അപ്പോൾ ജോലിയൊന്നും ചെയ്യണ്ടേ, വെറുതെ നമ്മളിങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തിരുന്ന ധാരാളം മണി വരുമെന്ന്. തീർച്ചയായിട്ടും നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻസിലൂടെ ധാരാളം മണി അട്രാക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതോടൊപ്പം നമ്മൾ ജോലിയും ചെയ്യേണ്ടി വരും. അതിനെന്ന് പറഞ്ഞാൽ ഒത്തിരി കിടന്ന് ഫുൾ ടൈം ഇങ്ങനെ നിരന്തരം കഷ്ടപ്പെട്ട് തന്നെ പണം സമ്പാദിക്കണം അങ്ങനെയൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻസിലൂടെ, അതായത് നമ്മുടെ മൈൻഡ് സെറ്റ് ഉപയോഗിച്ച്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ച് നമ്മൾ വളരെ പ്രയത്നം കുറച്ച് ധാരാളം മണി അട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്, ഞാൻ എന്തൊക്കെയോ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, കയ്യിൽ എഴുതി വെക്കുന്നു, എന്തൊക്കെയോ ചെയ്തു നോക്കി, പക്ഷെ എനിക്ക് മണി അട്രാക്റ്റ് ആയി വരുന്നില്ല. കുറച്ച് പേര് പറയുന്നതാണ്, കുറച്ച് ദിവസം എനിക്ക് മണി വരുന്നു, വീണ്ടും അത് ബ്ലോക്ക് ആകുന്നു, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. എന്ത് ചെയ്തിട്ടും എൻ്റെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നില്ല, എനിക്ക് മണി അട്രാക്റ്റ് ആവുന്നില്ല എന്ന് പറയുന്നവർ ആദ്യം നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ഒരു ബ്ലോക്കേജ് കിടക്കുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇതൊന്നും നടക്കില്ല, ഇതൊന്നും എനിക്ക് കിട്ടില്ല, ചെറിയൊരു സൗണ്ട് കേൾക്കും. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും അഫർമേഷൻസ് പറയുന്നു, എനിക്കിപ്പോൾ ധാരാളം മണി കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി, അങ്ങനെ നിങ്ങൾ പറയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന റൈറ്റിംഗ് ടെക്നിക്സ്, എന്നിലേക്ക് ധാരാളം മണി അട്രാക്റ്റ് ആയി വരുന്നു, ഇത്ര എമൗണ്ട് ഒക്കെ നിങ്ങൾ പറഞ്ഞ് എഴുതുന്നെങ്കിൽ, അങ്ങനെ എഴുതുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള മൈൻഡ് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. അതായത് ഇതൊന്നും എനിക്ക് കിട്ടില്ല, ഇതൊക്കെ എനിക്ക് കിട്ടുമോ, ഇതൊക്കെ നടക്കുമോ, ഇങ്ങനെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ മണിയെക്കുറിച്ച് കുറേ ബ്ലോക്കേജസ് കിടക്കുന്നുണ്ട്. അത് മാറ്റാതെ നിങ്ങൾ എന്തൊക്കെ ടെക്നിക്സ് ചെയ്താലും, എത്ര റൈറ്റിംഗ് മെത്തേഡ്സ്, എന്ത് മെത്തേഡ്സ് ചെയ്താലും അത് വർക്കൗട്ടില്ല. കാരണം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഇമോഷൻസ് ആണ് അവിടെ മാനിഫെസ്റ്റ് ആകുന്നത്. ഉള്ളുകൊണ്ട് എന്താണോ വിശ്വസിച്ചിരിക്കുന്നത് അതാണ് നമുക്ക് അട്രാക്റ്റ് ആയി വരുന്നത്, നമ്മുടെ വാ കൊണ്ട് പറയുന്നതല്ല. അപ്പോൾ അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കുഞ്ഞുനാളിലൊക്കെ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ പാരൻസ് ആവാം, റിലേറ്റീവ്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഈ സൊസൈറ്റി തന്നെ ആവാം, പണത്തെ സ്നേഹിക്കരുത്, പണത്തിന്റെ പുറകെ പോകരുത്, പണത്തിനെ സ്നേഹിക്കുന്നത് തെറ്റാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചില ബ്ലോക്കേജസ് നമുക്കുള്ളിൽ കിടക്കും. അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച് വളർന്ന സാഹചര്യമായിരിക്കാം. അതായത് നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലോ അല്ലെങ്കിൽ ഒരു ലോ ക്ലാസ് ഫാമിലിയിലോ ഒക്കെ നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇതൊക്കെയാണ് വിധിച്ചിട്ടുള്ളത്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്നും ഇങ്ങനെ തന്നെയാണ്, നമ്മൾ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കും, അവരൊക്കെ പണക്കാർ, നമുക്കിതൊന്നും കിട്ടില്ല, നമ്മൾ പാവങ്ങൾ, ഇങ്ങനെ കുറെ മൈൻഡ് സെറ്റ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ എന്താവെന്ന് വെച്ചാൽ ഇതൊന്നും വർക്കൗട്ട് ആവില്ല. എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ഉൾമനസ്സ് ഇതെന്ന് പറയും. ഇതിനെ മാറ്റിയിട്ട് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ മണിയല്ല നമുക്ക് അട്രാക്റ്റ് ആയി വരും. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റാം? ആ ബ്ലോക്കേജസ് മാറ്റാൻ ഫസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മണിയെ വിചാരിച്ച് നമ്മൾ ഹോപ്പണോപ്പണോ പ്രെയർ പറയുക എന്നുള്ളത്. അപ്പോൾ ഹോപ്പണോപ്പണോ പ്രെയർ എല്ലാവർക്കും അറിയാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു ആൻഡ് ഐ ലവ് യു. അതായത് നമ്മളിപ്പോൾ മണിയോട് കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ ലൈഫിൽ കുറേ മണി വന്നിട്ടുണ്ട് ഇതുവരെ. പക്ഷെ നമ്മൾ എപ്പോഴും മണി ഇല്ല എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ പഠിച്ചത്, വളർന്നത്, ഫുഡ് കഴിക്കുന്നത്, താമസിക്കുന്നത് എല്ലാം മണി കൊണ്ടാണ്. എന്തിനീ ഫോണ് നമ്മൾ കാണുന്നത് പോലും മണി കൊണ്ടാണ്, അതിൽ റീചാർജ് ചെയ്യുന്നത് മണിയാണ്. ഇതൊക്കെ മണി വരുന്നത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും മണി ഇല്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലിരിക്കുക. അപ്പോൾ അതിനെല്ലാം നമ്മൾ സോറി ചോദിക്കുക. ഫസ്റ്റ് മണിയെ ഒന്ന് വിഷ്വലൈസ് ചെയ്തിട്ട്, ഐ എം സോറി, എന്നോട് ക്ഷമിക്കൂ, നീ ധാരാളം എന്നിലേക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ഞാൻ ഇല്ല എന്നുള്ള ഭാവത്തിലിരുന്നു, അതിനെ ഞാൻ ഖേദിക്കുന്നു, ഐ എം സോറി, എന്നോട് പുറത്തു തരൂ, എന്നോട് ക്ഷമിക്കൂ, പ്ലീസ് ഫർഗീവ് മീ. ഇപ്പോൾ എനിക്ക് ആ തെറ്റ് മനസ്സിലാക്കി തന്നത് നീയാണ്, മണിയാണ്. സോ അതിന് ഞാൻ നിന്നോട് നന്ദി പറയുന്നു, താങ്ക് യു. നീ എന്നിലേക്ക് വന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. സോ അതിന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു. ഇങ്ങനെ ഇമോഷണൽ സ്പീച്ച് കൊടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വർക്കൗട്ടാവും. ഇതല്ല, എനിക്ക് ഇങ്ങനെ ഒന്നും ഇമോഷണൽ സ്പീച്ച് കൊടുത്ത് പറയാനൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ അർത്ഥം മനസ്സിലാക്കി പറയുക. വെറുതെ പോയി ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ അങ്ങനെ ഒരു പാട്ട് പോലെ പാടാതെ ഇങ്ങനെയുള്ള മലയാള അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ മണിയെ വിചാരിച്ച് നിങ്ങൾ ഡെയിലി ഹോപ്പണോപ്പണോ പ്രെയർ പറയുക. ഡെയിലി ഒരു 21 പ്രാവശ്യം, അതുമല്ലെങ്കിൽ ഒരു 12 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഡെയിലി പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ആ മണി അത് ഹീലാവും. നിങ്ങൾക്കുള്ളിൽ കിടക്കുന്ന ആ ബ്ലോക്കേജസ് ഒക്കെ മാറി നമ്മൾ തന്നെ ഹീലാവും. ആ മണി നമ്മിലേക്ക് അട്രാക്റ്റ് ആവാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ബ്ലോക്കേജസിനെ നമുക്ക് ഫസ്റ്റ് മാറ്റാൻ കഴിയും. പിന്നെ ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പേപ്പർ എടുത്ത് വെച്ച് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയ കുറേ കാര്യങ്ങൾ, ഒരു 10-20 കാര്യങ്ങൾ നിങ്ങൾ എടുത്ത് എഴുതുക. മണിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുക. അത് നീ കാരണമാണ് എനിക്ക് ഡെയിലി ഫുഡ് കഴിക്കാൻ പറ്റുന്നത്, അതിന് നന്ദി. എനിക്ക് നല്ല ഡ്രസ്സ് കിട്ടി, നല്ല ജ്വൽസ് കിട്ടി, എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നു, എനിക്ക് വീട്, ഈ എല്ലാം കിട്ടിയത് നീ കാരണമാണ്. അങ്ങനെ ഓരോന്നോരോന്നായി ആലോചിച്ച് ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആ മണിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദിവസവും ഇങ്ങനെ എഴുതുമ്പോൾ ആ ബ്ലോക്കേജസ് ഒക്കെ മാറിപ്പോകാൻ തുടങ്ങും. നമുക്ക് തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് തന്നെ മൈൻഡ് തന്നെ വിശ്വസിക്കാൻ തുടങ്ങും, ഓ
നമുക്ക് മണിയുണ്ട്, നമുക്ക് ധാരാളം മണി ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയാൻ തുടങ്ങുകയും ചെയ്യും. ഇങ്ങനെ നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ധാരാളം മണി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആയി വരാനും തുടങ്ങി. ഈ ഗ്രാറ്റിറ്റ്യൂഡിന് അത്രയും ഒരു പവർ ഉണ്ട്. അപ്പോൾ ഇതാണ് ബ്ലോക്കേജസ് മാറ്റാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് മണി എങ്ങനെ അട്രാക്റ്റ് ചെയ്യാം, അതിനെന്തൊക്കെ ചെയ്യണമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു ടെക്നിക്ക് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ഒരു പേഴ്സ് എടുക്കുക. ആ പേഴ്സ് പച്ച നിറമുള്ള പേഴ്സ് ആണെങ്കിൽ വളരെ ഉത്തമം. കാരണം ഈ പച്ച നിറം എന്ന് പറയുന്നത് മണിയെ അട്രാക്ട് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് പല പല മാനിഫെസ്റ്റേഷൻ ടെക്നിക്സിനും പച്ച പെന്നു കൊണ്ടൊക്കെ എഴുതണം എന്ന് പറയുന്നത്. പച്ചയ്ക്ക് അങ്ങനെ മണിയെ അട്രാക്ട് ചെയ്യാനും എല്ലാ കാര്യങ്ങളും അട്രാക്ട് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. വേറെ പേഴ്സ് ഒന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അത് ബ്ലാക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പച്ച കളർ ബട്ടർഫ്ലൈയുടെ അർത്ഥം നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല. ഈ പച്ച കളർ ബട്ടർഫ്ലൈ നമ്മൾ കാണാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മളിലേക്ക് മണി ധാരാളമായി വരാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൈനാണ് ഈ പച്ച കളർ ബട്ടർഫ്ലൈ. ഈ പണത്തെ കുറിക്കുന്നതിനെല്ലാം പച്ചയെ നമ്മൾ സൈനായിട്ട് കണക്കാക്കാറുണ്ട്. സോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് പേഴ്സാണോ ഉള്ളത് അത് എടുത്തിട്ട് അതിലുള്ള ബാക്കിയുള്ള രസീത്, തുണ്ട്, ഫോട്ടോ എല്ലാറ്റിനെയും മാറ്റുക. ആൾറെഡി അങ്ങനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണെങ്കിലും അല്ല പുതിയതാണെങ്കിലും നിങ്ങളൊരു ചന്ദനത്തിരി കത്തിച്ച്, നമ്മളെ സാമ്പ്രാണി തിരി കത്തിച്ചിട്ട് അതിനെ ഒന്ന് പുക കാണിക്കുന്നത് നല്ലതാണ്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലെൻസ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ധാരാളം തുണ്ട്, നോട്ടീസ് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അവിടെ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ ഉണ്ടായിട്ടുണ്ട്. സോ അതിനെ ക്ലെൻസ് ചെയ്ത് മാറ്റുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പുതിയ കാര്യങ്ങളെ നമ്മൾ അട്രാക്ട് ചെയ്യുന്നതാണ്. അതിനെല്ലാം മാറ്റുമ്പോൾ അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ആകുന്നു. അതോടൊപ്പം നമ്മൾ ക്ലെൻസ് ചെയ്യുന്നു. ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ പണം എടുക്കുക. നിങ്ങൾക്കിപ്പോൾ എത്ര രൂപയാണോ, ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ 500, 100 എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം. അതും ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു 10 രൂപ കോയിൻ എടുക്കുക. സോ നമ്മൾ കൂടുതൽ ഈ ഗോൾഡൻ കളർ ഉണ്ടല്ലോ ഇപ്പോഴത്തെ തൊട്ട് 5 രൂപ 10 രൂപ തൊട്ട് അതെടുക്കുക. അതെടുത്ത് നിങ്ങൾ ആ പേഴ്സിൽ വയ്ക്കുക. വച്ചിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പൈസയെ എടുത്ത് നിങ്ങൾ ഡെയിലി എടുത്ത് അത് ടൈം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. രാവിലെ ചെയ്താൽ അത്യുത്തമം. അല്ല എനിക്ക് അങ്ങനെ ടൈമൊന്നും കിട്ടാത്തവരാണെങ്കിൽ ഏത് സമയത്താണോ ആ പണത്തെ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് ആദ്യം പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നത്, നീ എന്നിലേക്ക് ധാരാളമായി എളുപ്പത്തിൽ ഈസി ആയിട്ട് എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി എന്ന് പറയുക. അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ആ മണിയെ വയ്ക്കുക. ഇത് ദിവസവും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മണിയെ അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളിലേക്ക് ധാരാളമായി മണി വരാൻ ഇത് സഹായിക്കും. അടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ പേഴ്സിൽ ഈ തുളസി ഇല ഉണ്ടല്ലോ, കൃഷ്ണ തുളസി ഇല, അത് കിട്ടിയാൽ ഉത്തമം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് തുളസി ഇലയാണോ കിട്ടുന്നത് അതിന് ഒരു 5 തുളസി ഇല എടുക്കുക. കാരണം ഇവിടെ പച്ച കളറാണ് നമ്മളിവിടെ എടുക്കുന്നത്, തുളസി ഇല പച്ച. അപ്പോൾ പച്ച മണിയെ അട്രാക്ട് ചെയ്യുന്നത് മാത്രമല്ല, കൃഷ്ണ തുളസിക്ക് ഒരു മണിയെ അട്രാക്ട് ചെയ്യാനുള്ള പ്രത്യേക കഴിവുണ്ട്. ആ പേഴ്സിൽ വെച്ചിരിക്കുക. ആ പണം ഇട്ട പേഴ്സിൽ വെക്കുന്നതും നിങ്ങളെ മണി അട്രാക്ട് ചെയ്യാൻ സഹായിക്കും. നിങ്ങളിലേക്ക് ധാരാളം മണി വരാൻ ഇത് സഹായിക്കുന്ന ഒരു കാര്യം കൂടെയാണ്. എന്നിട്ട് ഈ ഇലകൾ ഉണങ്ങി കരിഞ്ഞു പോകാറാവുമ്പോൾ വീണ്ടും അതിനെ ചേഞ്ച് ചെയ്യുക. വീണ്ടും ഇതുപോലെ 5 തുളസി ഇല എടുക്കുക, കൊണ്ടുവയ്ക്കുക. പിന്നെ ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ പച്ചരി ഉണ്ടല്ലോ, വെളുത്താരി, അതിനെ ഒരു ഗ്ലാസ് ബൗളിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലുണ്ടല്ലോ ഗ്ലാസിൻ്റെ, അതിലിട്ടിട്ട് അതിൽ കുറേ ഒരു 1/4 ഭാഗം അരി നിറയ്ക്കുക. എന്നിട്ട് അതിൽ കുറേ മണിയെടുത്ത് അത് കോയിനായിട്ടോ അല്ലെങ്കിൽ നോട്ടായിട്ടോ അതിൽ വച്ചിട്ട് ഈ മണിയെ മൂടി വെക്കുന്നതും നിങ്ങളിലേക്ക് മണി അട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്ന കാര്യമാണ്. എന്നിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ ആ അരി ഒരു 1-2 മാസമൊക്കെ ആകുമ്പോൾ നാശമായി എന്ന് തോന്നിയാൽ വീണ്ടും ആ അരിയെ മാറ്റി കൊടുക്കുക. ഇതും നിങ്ങളിലേക്ക് മണി അട്രാക്ട് ചെയ്യാൻ സഹായിക്കും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഒന്നും ചെയ്യാതെ മണി അട്രാക്ട് ചെയ്യുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും ചായയിലും ഫുഡിലും ഒക്കെ നോക്കി അഫർമേഷൻസ് പറഞ്ഞിട്ട് കുടിക്കുന്നത്. അതായത് ഇപ്പം ചായയിലാണെങ്കിൽ നിങ്ങൾ അതിൽ നോക്കിയിട്ട് എന്നും എപ്പോഴും എൻ്റെ കൈകളിൽ പണം വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി ഇങ്ങനെ പറയാം. അതും അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് ബാലൻസ് ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി ഇങ്ങനെ പറയുക. ഇത് ചായയിൽ മാത്രമല്ല, നിങ്ങൾ ഓരോ പ്രാവശ്യം വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് ചെയ്ത് നോക്കൂ. ഒരാഴ്ച നിങ്ങൾ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പണം വന്നിരിക്കും. ഇത് ഏത് വഴിയിലെങ്കിലും വരും. ഇനിയിപ്പോൾ ഞാൻ ഒരു ജോലിക്കും പോകുന്നില്ല, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു പണിയില്ല, ഞാൻ വീട്ടമ്മയാണ്, ഇങ്ങനെ പറഞ്ഞാൽ പോലും അതെങ്ങനെ, എന്ത്, എവിടെ, ആ ക്വസ്റ്റ്യൻ വേണ്ട. നിങ്ങളുടെ കൈകളിൽ പണം വന്നിരിക്കും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഡെയിലി രാവിലെ എണീറ്റിരുന്ന് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ബുക്ക് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ബുക്ക് എടുത്തിട്ട് ദിവസവും നിങ്ങൾക്ക് എത്രയാണോ മണി വേണ്ടത് അത് കിട്ടിയതിന് നന്ദി എന്ന് നിങ്ങൾ ഡെയിലി എഴുതുക. ആദ്യം നിങ്ങൾക്ക് കിട്ടിയതിനെല്ലാം നന്ദി പറഞ്ഞ് എഴുതാം. അതിനുശേഷം നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ നന്ദി പറഞ്ഞ് എഴുതുക. എനിക്ക് ഇത്ര രൂപ കിട്ടിയതിന് നന്ദി. അപ്പോൾ നിങ്ങൾക്ക് എഴുതിയിട്ട് നാളെ തന്നെ കിട്ടണമെന്ന് പറയരുത്. അതുമാത്രമല്ല, എഴുതുമ്പോൾ ഒരു കോടിക്കണക്കിന് കിട്ടിയെന്നും പറയുമ്പോൾ നമ്മുടെ മൈൻഡ് അത് അക്സെപ്റ്റ് ചെയ്യില്ല. എത്രയാണോ അത്യാവശ്യം അത് കിട്ടുന്നതായി നിങ്ങൾ എഴുതുക. അങ്ങനെ നമ്മൾ എഴുതിയിട്ട് ഉടനെ അത് കിട്ടുമ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ് വരികയും നമ്മൾ വീണ്ടും വലിയ കാര്യങ്ങൾ നമുക്ക്
എഴുതി നേടിയെടുക്കാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴും നിങ്ങളിലേക്ക് മണി ഒഴുകി വരാൻ തുടങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.